അനിമേഷന്റെ പുതിയ മിനി സീരീസ് വന്നിട്ടുണ്ട്, ഐസ് ഓഫ് വക്കാണ്ട. സോ ഇതിലാകെ 4 എപ്പിസോഡ്സേ ഉള്ളൂ. ഓക്കെ, ഈ 4 എപ്പിസോഡ്സും 25 മിനിറ്റ്സ് വെച്ചാണ് ഈച്ച്. ഓക്കെ, പിന്നെ ഈ എപ്പിസോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും, അതായത് ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് വരുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ട്സ് തോന്നാം. പക്ഷെ ഫൈനൽ എപ്പിസോഡ്, അതായത് 4ാമത്തെ എപ്പിസോഡിലാണ് എല്ലാ ഡീപ്പ് സീക്രട്സും അതുപോലെ തന്നെ എന്തൊക്കെ കണക്ഷൻസ് ഉണ്ട്, എൻ ക്രെഡിറ്റ് സീന്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഈ 4ാമത്തെ എപ്പിസോഡിലാണ്. നമുക്ക് പൂർണ്ണമായിട്ടും കഥയുടെ ഒരു ഓവറോൾ മൊത്തം ഒരു ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഈ 4th എപ്പിസോഡിലാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ നിന്ന് ഇതിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, അതായത് ഔട്ട്ലൈൻ മാത്രമല്ല ഒരു കോർ, അതിന്റെ തീം എന്തൊക്കെയാണ്, ഈ 4 എപ്പിസോഡും 4 ഡിഫറെന്റ് ടൈറ്റിൽസിൽ വരുന്ന ഈ സ്റ്റോറീസ് എങ്ങനെയാണെന്നുള്ളത് മാത്രമേ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുള്ളൂ. കാരണം സ്പോയിലർ ആക്കുന്ന എന്തിനാ, അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കഥ എന്താണ്, അതിന്റെ ഒരു തീം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഈ 4 എപ്പിസോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 എപ്പിസോഡിൽ 4 മിഷൻസ് കൊടുക്കുന്നതായിട്ടാണ് എല്ലാ സ്റ്റോറിയും. ഓക്കെ, ഈ 4 മിഷൻ ചെയ്യാനും 4 പേരുണ്ട്. അവർ 4 പേരുമാണ് ഇതിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, 4 പേര് മാത്രമല്ല, എല്ലാവർക്കും ഇതിൽ ഈക്വൽ ആൻഡ് ഓരോ എപ്പിസോഡിലും ഓരോ മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 4 മിഷൻസ് ഉണ്ട്. ഈ 4 മിഷൻസും 4 ആർട്ടിഫാക്ട്സ് കണ്ടുപിടിക്കുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിലെ മിഷൻസ് എല്ലാം. ഓക്കെ, സോ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേനും ഇൻ ടു ദ ലയൺസ് ഡെൻ, അതാണ് എൻ്റെ ടൈറ്റിൽ. ഓക്കെ, ഇതിലെന്ന് പറയുമ്പോഴത്തേനും കാണിക്കുന്നതെല്ലാം ഈ 4 എപ്പിസോഡിലെ എല്ലാ സ്റ്റോറി ലൈൻസ് എന്ന് പറയുമ്പോഴത്തേനും വക്കാണ്ടയുടെ ഈ 4th എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കഥയെല്ലാം എവിടെ പോയാണ് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കണക്ഷൻസ് പോയത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ 4th എപ്പിസോഡിൽ അതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലസ് ഇതിന്റെ എൻഡിൽ ഒരു സീൻ വരുന്നുണ്ട്. ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് പാന്തർ ഫസ്റ്റ് മൂവിയിൽ 2018 റിലീസായി ആ മൂവിയുടെ ഫസ്റ്റ് സീനുമായിട്ട് ഇത് പോയി കണക്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പം നിങ്ങൾ ഈ അനിമേഷൻ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. നല്ലൊരു അനിമയാണ്, നല്ല കൂളായിട്ടുള്ള അനിമേഷനും VFX കാര്യങ്ങളും എല്ലാം ആണ്. ഓക്കെ, ഓൾ ഇൻ ഓൾ ഒരു ഗുഡ് അനിമ തന്നെയാണ് ഐസ് ഓഫ് വക്കാണ്ട. പ്ലസ് ഇതുപോലുള്ള മാർവൽ ന്യൂ വീഡിയോസും റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.